നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ പുന്നപ്ര തെക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ റെഡിമെയ്ഡ് വാർപ്പിംഗ് കേന്ദ്രത്തിന് തുടക്കം കുറിച്ചു. എച്ച് സലാം MLA റെഡിമെയ്ഡ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വർദ്ധിച്ചുവരുന്ന തെരുവുനായ ശല്യത്തിനെതിരെ ശ്രദ്ധ ക്ഷണിക്കൽ സദസ്സ് സംഘടിപ്പിക്കും. ഈ മാസം 19-ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് സദസ്സ് സംഘടിപ്പിക്കുന്നത്. ലഹരി കേസുകളിൽ രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന ശിക്ഷാ നിരക്കുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ്. മാവേലിക്കര എക്സൈസ് കോംപ്ലക്സിന്റെ 1ാം ഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഓപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷന്റെ കീഴിലുള്ള പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിലെ പുതിയ കോഴ്സുകളുടെ ഉദ്ഘാടനവും നവാഗതർക്കുള്ള സ്വീകരണ ചടങ്ങും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA എച്ച് സലാം പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. വാർത്തകൾ വിശദമായി. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ പുന്നപ്ര തെക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ റെഡിമെയ്ഡ് വാർപ്പിംഗ് കേന്ദ്രത്തിന് തുടക്കം കുറിച്ചു. എച്ച് സലാം MLA റെഡിമെയ്ഡ് വാർപ്പിംഗ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടത്തി. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ പുന്നപ്ര തെക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ റെഡിമെയ്ഡ് വാർപ്പിംഗ് ഖാദി നെയ്ത്ത് കേന്ദ്രം ആരംഭിച്ചു. 1984-ൽ കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ അധീനതയിൽ ആരംഭിച്ച യൂണിറ്റിൽ നൂൽപ്പുൽപാദന കേന്ദ്രമാണ് പ്രവർത്തിച്ചിരുന്നത്. തുടക്കത്തിൽ 20ഓളം സ്ത്രീ തൊഴിലാളികൾ ജോലി ചെയ്തു വന്ന സ്ഥാപനത്തിൽ പിന്നീട് പ്രവർത്തനം മന്ദീഭവിച്ച് തൊഴിലാളികളുടെ എണ്ണം 9ആയി കുറഞ്ഞിരുന്നു. ഈ ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ വൺ ലോക്കൽ ബോഡി വൺ ഐഡിയ എന്ന പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് 19 ലക്ഷം രൂപ സ്ഥാപനത്തിന്റെ പുനരുദ്ധാരണത്തിനായി അനുവദിച്ചു നൽകിയത്. ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസൃതമായ ഖാദി വസ്ത്രങ്ങൾ നെയ്തെടുത്ത് ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് റെഡിമെയ്ഡ് വാർപ്പിംഗ് യൂണിറ്റിൽ നിലവിലുണ്ടായിരുന്ന 9 നൂൽപ്പ് യൂണിറ്റിന് പുറമെ 3 നെയ്ത്ത് യൂണിറ്റുകൾ, 1 റെഡിമെയ്ഡ് വാർപ്പിംഗ് എന്നിവ കൂടി ആരംഭിച്ചത്. എച്ച് സലാം MLA പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വൺ ഐഡിയ എന്നുള്ളത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രത്യേകമായി നിഷ്കർഷിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പഞ്ചായത്തിന് പുതിയ ആശയം ഒരു തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിൽ അവരുടെ ഭാവനയിൽ ഒരു പുതിയ പ്രത്യേകമായ ആശയം രൂപപ്പെടുത്തി പദ്ധതിയാക്കി നടപ്പിലാക്കണമെന്നാണ്. അത്തരമൊരു കാര്യം തദ്ദേശ ഭരണ വകുപ്പിന്റെ ഭാഗമായി മുന്നോട്ട് വന്ന ആ കാര്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാക്കി രൂപപ്പെടുത്താൻ കഴിയുന്നതാണ് നമ്മുടെ പുന്നപ്ര സൗത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനവും. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇത്തരമൊരു ഉദ്ഘാടന ചടങ്ങിലേക്ക് ഇവിടെ എത്താനും തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുള്ളത്. അത് ഈ ഗ്രാമപഞ്ചായത്തിലെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു ഖാദി യൂണിറ്റ് അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്ന നിലയിൽ ഒരാശയം രൂപപ്പെടുത്താം എന്ന് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി, സൈറസിൻ്റെ നേതൃത്വത്തിൽ ഉള്ള പഞ്ചായത്ത് ഭരണസമിതി ആലോചിച്ച് നിശ്ചയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി ഉണ്ടാവുന്നത്. ഇവിടെ ഖാദി ബോർഡിൻ്റെ പ്രോജക്റ്റ് മാനേജർ ഓഫീസർ തന്നെ ഇവിടെ ഇപ്പോൾ പറഞ്ഞു, റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം പറഞ്ഞു. നേരത്തെ ഉള്ളതിനെ കുറച്ചുകൂടി വ്യത്യാസപ്പെട്ട നിലയ്ക്ക് ഒരു വളർച്ചയുടെ ഒരു നിലയിൽ ഇപ്പം നമ്മുടെ തന്നെ അടുത്ത പഞ്ചായത്തൊക്കെ നമ്മൾ നോക്കുമ്പോൾ 2-3 കേന്ദ്രങ്ങൾ ഇതുപോലെയുണ്ട്. പക്ഷെ അതെല്ലാം കൂട്ടി നിൽക്കുകയാണ്. രണ്ടാമത്തെ വർഷം ഇത്രയും 10 നൂൽപ്പ് യൂണിറ്റുകൾക്ക് ആവശ്യമായ ചർക്കകൾക്കുള്ള പണം അനുവദിക്കുമെന്ന് എച്ച് സലാം പറഞ്ഞു. യൂണിറ്റ് കേന്ദ്രത്തിൽ ചേർന്ന സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ് അധ്യക്ഷനായി. പ്രോജക്ട് ഓഫീസർ PM ലൈല പദ്ധതിയുടെ വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധർമ്മ ഭുവനചന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷ സുലഭ ഷാജി, അംഗങ്ങളായ ഗീതാ ബാബു, ജീൻ മേരി ജേക്കബ്, ഷക്കീല നിസാർ, VEO ജൂഡി, ഖാദി ഡെവലപ്മെന്റ് ഓഫീസർ R അനൂപ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഖാദി ബോർഡ് സെക്രട്ടറി KS രതീഷ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വർദ്ധിച്ചുവരുന്ന തെരുവുനായ ശല്യത്തിനെതിരെ ശ്രദ്ധ ക്ഷണിക്കൽ സദസ്സ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ മാസം 19-നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വർദ്ധിച്ചുവരുന്ന തെരുവുനായ ശല്യത്തിനെതിരെ ശ്രദ്ധ ക്ഷണിക്കൽ സദസ്സ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ മാസം 19-നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്.
രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾ തെരുവ് നായ്ക്കളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ അപര്യാപ്തമാണെന്ന സുപ്രീം കോടതിയുടെ വിധി മുന്നിൽ കണ്ട് ശക്തമായ നിയമ ഭേദഗതി വിഷയത്തിൽ വരുത്തണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സൗമ്യ രാജ്, പ്രസിഡന്റ് ജോസ് അറാത്തുംപള്ളി, വൈസ് പ്രസിഡന്റ് റിയാസ് ഇസ്മായിൽ, സംസ്ഥാന കമ്മിറ്റി അംഗം ജമാൽ പള്ളാത്തുരുത്തി, സംസ്ഥാന വനിതാ ജോയിന്റ് സെക്രട്ടറി മഞ്ജു ജെ പിള്ള, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ മിനി വേണുഗോപാൽ, ശുഭ എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ലഹരി കേസുകളിൽ രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന ശിക്ഷാ നിരക്കുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് അഭിപ്രായപ്പെട്ടു. മാവേലിക്കര എക്സൈസ് കോംപ്ലക്സിന്റെ 1ാം ഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം നടത്തിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലഹരി കേസുകളിൽ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ശിക്ഷാ നിരക്കുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അഭിപ്രായപ്പെട്ടു. മാവേലിക്കര എക്സൈസ് കോംപ്ലക്സ് 1ാം ഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലവിൽ കേരള എക്സൈസ് മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. ലഹരി കേസുകളിൽ നടപടി എടുക്കുന്നതിനോടൊപ്പം തന്നെ വിമുക്തി പോലെ രാജ്യത്താകെ മാതൃകയായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടത്തുന്നു. 2024-25 കേന്ദ്ര സർക്കാരിന്റെ കണക്ക് പ്രകാരം 25,000 കോടി രൂപയുടെ മയക്കുമരുന്നാണ് രാജ്യത്താകെ പിടികൂടിയത്. കേരളത്തിൽ ഗൗരവമായ ലഹരി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. എക്സൈസ് കോംപ്ലക്സിന്റെ 1ാം ഘട്ടമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. എക്സൈസിന് മുമ്പ് എന്നത്തെക്കാൾ പ്രാധാന്യം ഇന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചു കാലം മുമ്പ് ഉണ്ടായിരുന്ന എക്സൈസ് അല്ല ഇന്നുള്ളത്. അന്നത്തെ ചുമതലകൾ അല്ല ഇന്ന് നിറവേറ്റാനുള്ളത്. നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളിയെ മുന്നിൽ നിന്ന് നേരിടുന്ന സേനയാണ് ഇന്ന് എക്സൈസ് സേന. ലോകത്താകെ വലിയ ഭീഷണിയായിട്ട് ഉയർന്നു വന്നിട്ടുള്ള മയക്കുമരുന്നിന്റെ, അതിൽ തന്നെ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഭീഷണിയെ നേരിടുക എന്ന വളരെ ഗൗരവമേറിയ ഉത്തരവാദിത്വമാണ് എക്സൈസിന് നിർവഹിക്കാനുള്ളത്. അത് കേരള എക്സൈസ് മാതൃകാപരമായ രീതിയിൽ തന്നെ, അഭിമാനകരമായ രീതിയിൽ തന്നെ നിർവഹിക്കുന്നുണ്ട് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. കൗൺസിലിംഗ് കൊടുക്കുക, ചികിത്സ കൊടുക്കുക, ലഹരി മോചനം ഉറപ്പുവരുത്തുക, വിപുലമായ ബോധവൽക്കരണം, ഇങ്ങനെ വൈവിധ്യമാർന്ന ചുമതലകളാണ് കേരളത്തിലെ എക്സൈസ് ഇന്ന് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇത്രയേറെ വൈവിധ്യമാർന്ന ചുമതലകൾ എക്സൈസ് നിറവേറ്റുന്നില്ല. ഉദ്ഘാടന ചടങ്ങിൽ MS അരുൺകുമാർ MLA അധ്യക്ഷത വഹിച്ചു. മാവേലിക്കര മുൻ MLA R രാജേഷ്, എക്സൈസ് കമ്മീഷണർ MR അജിത് കുമാർ, തഴക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സതീഷ്, വൈസ് പ്രസിഡന്റ് അംബിക സത്യനേശൻ, അഡീഷണൽ എക്സൈസ് കമ്മീഷണർ S ദേവമോഹൻ, മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷീല ടീച്ചർ, തഴക്കര പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ S അനിരുദ്ധൻ, സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ G ഹരിശങ്കർ, സോഷ്യൽ വെൽഫെയർ സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് മുരളി തഴക്കര, എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ S അശോക് കുമാർ, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കോഓപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷന് കീഴിലുള്ള പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിലെ പുതിയ കോഴ്സുകളുടെ ഉദ്ഘാടനവും നവാഗതർക്കുള്ള സ്വീകരണ ചടങ്ങും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA H സലാം പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. കോഓപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷന്റെ കീഴിലുള്ള പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിൽ പുതിയ കോഴ്സുകളുടെ ഉദ്ഘാടനവും നവാഗതരായ വിദ്യാർത്ഥികൾക്ക് വരവേൽപ്പും നൽകി. MCA, BTech ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എന്നീ പുതിയ കോഴ്സുകൾക്കാണ് തുടക്കം കുറിച്ചത്. അമ്പലപ്പുഴ MLA H സലാം ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എന്നാൽ മിക്കവാറും എഞ്ചിനീയറിംഗ് മേഖലയിൽ നമ്മുടെ കോളേജ് ഉൾപ്പെടെയുള്ള ഒരു കോഴ്സിൻ്റെ ഡിമാൻഡ് ഓരോ വർഷവും മാറി മാറി വരികയാണ്. ഈ വർഷം ഒരു കോഴ്സിന് ഡിമാൻഡ് കൂടുതലാണെങ്കിൽ അടുത്ത വർഷം ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ ഈ വർഷം ഡിമാൻഡ് കുറഞ്ഞ കോഴ്സിന് അടുത്ത വർഷം ഡിമാൻഡ് കൂടുതലാണ്. ഇങ്ങനെയൊരു വ്യത്യാസം പൊതുവെ നമ്മൾ കാണുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു കോഴ്സിൽ ആരെങ്കിലും കോഴ്സ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല. എന്നാൽ നേരത്തെ പോലെ ആവശ്യപ്പെടുന്ന അനുസരിച്ച് ഈ പ്രാവശ്യം നമുക്ക് 2 കോഴ്സുകൾ, MCA കോഴ്സും അതുപോലെ BTech ഇൻ ഇലക്ട്രിക്കൽ കമ്പ്യൂട്ടർ സയൻസ് കോഴ്സും
ഈ 2 കോഴ്സാണ് ഈ വർഷം നമുക്ക് അനുവദിച്ച് കിട്ടിയത്. അത് ആവശ്യപ്പെട്ട് കുറച്ച് കാലതാമസം വന്നു. എൻ്റെ ഭരണപരമായ നടപടി സ്വീകരിക്കാൻ അഡ്മിഷൻ്റെ ലാസ്റ്റ് ടൈമിലേക്കാണ് നമ്മുടെ കോഴ്സ് ഇപ്പോൾ സാങ്ഷൻ ചെയ്ത് കിട്ടിയത്. ഈ വർഷം അതിൻ്റെ ഒരു പരിമിതി സ്വാഭാവികമായിട്ടും അഡ്മിഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടാവും. പക്ഷെ അടുത്ത വർഷം നമുക്ക് അത് ഫുൾ സ്വിംഗിൽ തന്നെ മുഴുവൻ സീറ്റിൽ നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ കഴിയുന്ന നിലയിലേക്കുള്ള അവസരമാണ് അടുത്ത വർഷം സ്വാഭാവികമായിട്ട് വരിക. MCA കോഴ്സ് അതുപോലെ ബിടെക്കിൻ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് കോഴ്സുമാണ്. ഈ 2 കോഴ്സും നമുക്ക് ഈ വർഷം മുതലേ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. രക്ഷകർത്താക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയല്ല, മറിച്ച് കുട്ടികൾ അവരുടെ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ വേണം തിരഞ്ഞെടുക്കേണ്ടതെന്ന് MLA പറഞ്ഞു. കോളേജ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ റോബിൻ വി വർഗീസ് അധ്യക്ഷനായി. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് മേധാവി ഡോക്ടർ N സുരേഷ് കുമാർ, PTA വൈസ് പ്രസിഡന്റ് A സുരേഷ്, പ്രൊഫസർ അനിത് കൃഷ്ണൻ, M ഷംനാഥ്, ഡോക്ടർ V സുനിൽ രാജ് എന്നിവർ സംസാരിച്ചു. പ്രൊഫസർ KG ജയമോഹൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കുമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മെഗാ മെഡിക്കൽ ക്യാമ്പ് ദലീമ ജോജു MLA ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കുമായി സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ദലീമ ജോജു MLA നിർവഹിച്ചു. ജീവിക്കാൻ വേണ്ടി ദുരിതപൂർണമായ തൊഴിലെടുക്കുന്നവരാണ് മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളെന്നും സർക്കാർ അവർക്ക് വേണ്ടി നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും MLA പറഞ്ഞു. സാധാരണ എല്ലാവരും നിന്നുകൊണ്ട് നമ്മൾ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നുകൊണ്ടൊക്കെയാണ് പണിയെടുക്കുന്നതെങ്കിൽ നമുക്ക് പീലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് പണിയെടുക്കാൻ പറ്റില്ല. ശരീരം നല്ലോണം ഒരു ആയാസം ശരീരത്തിന് വരുന്നില്ല. ശരിക്കും രോഗികളായി മാറുവാൻ ഉള്ള രോഗാതുരമായ അവസ്ഥകളിലൂടെയാണ് നമ്മുടെ പീലിംഗ് ഷെഡ് തൊഴിലാളികൾ, പാവപ്പെട്ട അമ്മമാർ മുന്നോട്ട് പോകുന്നത്. അത് സ്ത്രീജനങ്ങളാണ്. ഒത്തിരി പ്രസവങ്ങളെ തരണം ചെയ്തവർ, നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ ധാരാളം രക്തം പോകുന്ന സ്ത്രീജനങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. അതുകൂടാതെ പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട് പല സ്ത്രീകളുടെയും ഗർഭപാത്രം വരെ ഒരുപക്ഷെ പുറത്താണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. മാത്രം ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിച്ച് അത് പൊളിക്കാൻ നോക്കുമ്പോൾ നമ്മുടെ കൈകളിൽ വലിയ ചൊറിച്ചിലും ഇതുമൊക്കെ അനുഭവപ്പെടും. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഈ പാവപ്പെട്ട സ്ത്രീജനങ്ങളെ എന്തെല്ലാം ദുരിതങ്ങളാണ് അവർ അനുഭവിക്കുന്നത് ജീവിക്കാൻ വേണ്ടി. അതും ഇത്ര ഭാഗം ചെമ്മീൻ പൊളിച്ചാലാണ് അവർക്ക് കൂലി കിട്ടുന്നത്. ഒരു പ്ലേറ്റ് എന്നൊക്കെ ഉണ്ട്, ഒരു ബേസനൊക്കെ, ഇത്ര ബേസൻ എന്നൊക്കെ. സ്വകാര്യ മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജനറൽ മെഡിസിൻ, ഗൈനക്കോളജി, ത്വക്ക് രോഗം, നേത്രരോഗം തുടങ്ങിയവയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിലുണ്ടായിരുന്നു. 300 മത്സ്യത്തൊഴിലാളികൾ ക്യാമ്പിൽ പങ്കെടുത്ത് സേവനം പ്രയോജനപ്പെടുത്തി. രോഗനിർണയം നടത്തിയവർക്കുള്ള തുടർ ചികിത്സയ്ക്കുള്ള സഹായങ്ങൾ ക്ഷേമനിധി ബോർഡ് വഴി നൽകും. എഴുപുന്ന സെയിന്റ് ആന്റണീസ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VR രജിത അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സംഗീത മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ VG ജയകുമാർ, R പ്രദീപ്, രാഖി ആന്റണി, രാഖിണി രമണൻ, പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R ജീവൻ, മത്സ്യബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ, മത്സ്യബോർഡ് കമ്മീഷൻ H സലീം, മത്സ്യബോർഡ് അംഗം KK രമേശൻ, തീരദേശ വികസന കോർപ്പറേഷൻ അംഗം PI ഹാരിസ്, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് ശശിധരൻ, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് റീജിയണൽ എക്സിക്യൂട്ടീവ് PR കുഞ്ഞച്ചൻ, മത്സ്യഫെഡ് ജില്ലാ മാനേജർ ഷാനവാസ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ പുന്നപ്ര തെക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ റെഡിമെയ്ഡ് വാർപ്പിംഗ് കേന്ദ്രത്തിന് തുടക്കം കുറിച്ചു. H സലാം MLA റെഡിമെയ്ഡ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വർദ്ധിച്ചു വരുന്ന തെരുവുനായ ശല്യത്തിനെതിരെ ശ്രദ്ധ ക്ഷണിക്കൽ സദസ്സ് സംഘടിപ്പിക്കും. ഈ മാസം 19-ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് സദസ്സ് സംഘടിപ്പിക്കുന്നത്. ലഹരി കേസുകളിൽ രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന ശിക്ഷാ നിരക്കുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ്. മാവേലിക്കര എക്സൈസ് കോംപ്ലക്സിന്റെ 1ാം ഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഓപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷന്റെ കീഴിലുള്ള പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിലെ പുതിയ കോഴ്സുകളുടെ ഉദ്ഘാടനവും നവാഗതർക്കുള്ള സ്വീകരണ ചടങ്ങും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA H സലാം പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.